മോദി അടുത്ത വർഷം പ്രധാനമന്ത്രിയായിട്ടിരിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. അടുത്ത ഒരു വർഷത്തിനപ്പുറം മോദി പ്രധാനമന്ത്രിയായിരിക്കില്ല. അത് BJP ഇൻസൈഡേഴ്സിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനർത്ഥം ഇനി മുതൽ BJP ഭരിക്കേണ്ട, കോൺഗ്രസ് ഭരിച്ചോട്ടെ എന്ന് RSS തീരുമാനിക്കുന്നതല്ല. അതായത് മോദി ഇല്ലാതെയും രാജ്യത്ത് BJP ഭരണം നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള പ്ലാൻ നാഗ്പൂരിലോ എവിടെയൊക്കെയോ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഭരണഘടനാ ഭേദഗതി, അതിൻ്റെ ഭാഗമാണ് വനിതാ സംവരണ ബില്ല് നടപ്പാക്കുന്ന വ്യാജേന ലോക്സഭാ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. അപ്പോൾ അത് നടക്കില്ല എന്ന് കരുതുക. അപ്പോൾ ലോക്സഭാ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കില്ല, സെൻസസ് പൂർത്തിയാക്കിയത് നടക്കില്ല എന്ന് തന്നെ കരുതുക. അങ്ങനെ നടക്കില്ല എന്ന് കരുതിയാൽ തന്നെ വേറെന്തോ ഒരു പ്ലാൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിഫെക്ഷൻസ്. ഇപ്പോൾ തൃണമൂലിൽ നാളെ വിളിക്കുന്നു, അവിടുന്ന് ആളെടുക്കുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വെട്ടുന്നു, അങ്ങനെ അവർ മജോറിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് കാണുന്ന മാതിരിയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൂടാതെ UP ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇവിടെ കോൺഗ്രസ് സ്വയം ശക്തിപ്പെടുത്തേണ്ട ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കോൺഗ്രസ് ശക്തി പ്രാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഈ 98 തൃണമൂൽ സ്ഥാപിക്കുമ്പോൾ, 99 NCP സ്ഥാപിക്കുമ്പോൾ രണ്ട് സെനാരിയോ നോക്കാം. ബംഗാളിൽ ആദ്യം ഈ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ സാർ പറഞ്ഞു അത് ഒരു ലോക്കലൈസ് ഇമേജ് ഉള്ളൊരു പാർട്ടി വേണം അവിടുത്തെ CPM ഭരണം അവസാനിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു മമതയുടെ വാദം. അപ്പോൾ മമത എന്ന് പറഞ്ഞാൽ കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധയും കടുത്ത CPM വിരുദ്ധയായിട്ടുള്ളവരാണ്. അത്രയും വിരുദ്ധത കോൺഗ്രസ്സിനില്ല. മമത യഥാർത്ഥത്തിലൊരു വലതുപക്ഷ ഐഡിയോളജി ഉള്ള ഒരാളാണ്. അവർ ആ പാർട്ടി ഉണ്ടാക്കി 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്കും അവരത് NDA കൊണ്ടേ കെട്ടി റെയിൽവേ മിനിസ്റ്ററായി. അത് അവരൊരു സ്ട്രാറ്റജി ആയിരുന്നു. ആ റെയിൽവേ മിനിസ്റ്റർ ആയതോടുകൂടി എന്തായി, അവർ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. കേവലം ബംഗാൾ ലീഡർ എന്നതിനപ്പുറം ഒരു വിസിബിലിറ്റി അവർക്ക് കിട്ടി. അവരങ്ങനെയാണ് ആ പാർട്ടിയെ വളർത്തിയെടുത്ത് 2011 വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ വിജയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ CPM അവസാനിക്കുകയാണ്. ഈ 2011 വിജയത്തിലെത്തിയ ഉടനെ തന്നെ ആ ഇലക്ഷനിൽ 2011 ഇലക്ഷനിൽ അവർ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കി. BJP സഖ്യം വിട്ടവർ കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കി. 1066 MLA-മാരുണ്ടായിരുന്നു കോൺഗ്രസ്സിന് തൃണമൂലിനൊപ്പം. 2016 ആ സഖ്യം തുടർന്നു. 2021 ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും വോട്ടുകൾ കുത്തിയൊലിച്ച് BJP-യിലേക്ക് പോവുകയും BJP അവിടെ മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസും TMC ഒരുമിച്ച് നിന്നിട്ട് സംഭവിച്ചതെന്നാണ്, കോൺഗ്രസിൻ്റെ വോട്ട് പോയി, TMC-യുടെ വോട്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താ? അപ്പോൾ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെയാണ്, CPM ഉപ്പുവെച്ച കലം പോലെയാണ്, തൃണമൂൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് കോൺഗ്രസ്സായിട്ട് മെർജ് ചെയ്തിട്ട് തൃണമൂലിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അവിടെ കോൺഗ്രസിൻ്റെ വോട്ടൊക്കെ പോയി കഴിഞ്ഞു, BJP-യിലേക്ക് പോയി കഴിഞ്ഞു. ആ വോട്ട് തിരിച്ചു വരുമോ? ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM ഇപ്പോൾ ഒരു പുനഃസംഘാടനത്തിൻ്റെ പാതയിലാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് കാണുന്നത് അവർ പാർട്ടി വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. വലിയ റാലികളിൽ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് അത് വോട്ടായിട്ട് പരിണമിച്ചിട്ടില്ല. വോട്ടങ്ങനെ ഈ കോൺഗ്രസിനെ പോലെ കുത്തിയൊലിച്ച് പോയിട്ടില്ല. അവരത് റീബിൽഡ് ചെയ്യുകയാണ് അവർ സംഘടന. കോൺഗ്രസ് അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു സാധനം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനോ പ്രത്യേകിച്ച് ഗുണമുണ്ടോ എനിക്കറിയില്ല. ഇനി തൃണമൂലിൽ ഇപ്പോൾ ഉള്ള വോട്ട് കോൺഗ്രസ്സായിട്ട് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുവാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഒരു വലതുപക്ഷക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. മമതയെ പോലെ ഒരു ഇടതുവിരുദ്ധനായ ഒരാളൊന്നും അല്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദം വലതുപക്ഷവാദമായിരുന്നു. എന്തായിരുന്നു? സോണിയാഗാന്ധി ഇറ്റലിയിൽ ജനിച്ച ആളാണ്, കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന്. അത് BJP-യെ സൂചിപ്പിക്കുന്നൊരു വർത്തമാനമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി. കോൺഗ്രസ് പ്രസിഡന്റ് രംഗത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹം കലാപം ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ പാടില്ല, അതുകൊണ്ട് പ്രധാനമന്ത്രി ആവാൻ പാടില്ല. അതാണ് അല്ലേ? അതെ. അപ്പോൾ അത് BJP-യുടെ വാദമാണ്. ആ വാദമാണ് ശരത് പവാർ ഉന്നയിച്ചത്. ശരത് പവാറിൻ്റെ ലക്ഷ്യം അതായിരിക്കില്ല, അപ്പോൾ BJP-യുടെ ലക്ഷ്യമായിരിക്കില്ല, അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവണമായിരുന്നു, അതായിരുന്നു ലക്ഷ്യം. ആ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? അത് പിളർത്തി അപ്പുറം കൊണ്ടുപോയി. ആ പാർട്ടി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ്സായി മാറിക്കഴിഞ്ഞാൽ ബംഗാളിലേതുപോലുള്ള ഇതായിരിക്കില്ല. ഒരുപക്ഷെ അവിടെ കോൺഗ്രസ് ഉണ്ട്, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ട്, NCP-യും ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ശക്തിപ്പെടുമായിരിക്കും. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ശക്തിപ്പെടുമായിരിക്കും, ഒരു പ്രതിപക്ഷം ശക്തിപ്പെടുമായിരിക്കും. അതല്ല ബംഗാൾ മഹാരാഷ്ട്ര ഒരേപോലെ റിസൾട്ട് കൊണ്ടുവരണമെന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നമ്മൾ നേരിടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞോട് തന്നെ തുടങ്ങുകയാണ്. മോദി 1 വർഷത്തിന് അപ്പുറം പ്രധാനമന്ത്രിയായിട്ടിരിക്കില്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്ലാൻ RSS-നുണ്ട്. 2029 ലക്ഷ്യം വെച്ച് മറ്റെന്തോ പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്നും കളിക്കുന്ന കളി കൊണ്ട് 2029 ജയിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് കുറേ കൂടി ഈ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് 2029 ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. അടുത്ത UP ഇലക്ഷൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. UP ഇലക്ഷൻ വളരെ നിർണായകമാണ് ആ കാര്യത്തിൽ. UP ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള അസംബ്ലിയാണ് അവിടെ. അതിപ്പോൾ തന്നെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോകും. പിന്നെ
പരകാല പ്രഭാകർ പറഞ്ഞതുപോലെ 100 കൊല്ലം കൊണ്ട് അധികാരത്തിലെത്തിയ അറസ്റ്റിന് ഇറങ്ങിയിട്ട് 50 കൊല്ലം നമ്മൾ പണിയെടുക്കേണ്ടി വരും. നമുക്ക് 2050 60 ഇതുപോലെ ചർച്ച ചെയ്യാം.